നമസ്കാരം. ശക്തന്റെ മണ്ണിൽ BJP ഇക്കുറി ശക്തിയായി തന്നെ കാവിക്കൊടി ഉയർത്തി. സുരേഷ് ഗോപിയിലൂടെ എക്കാലത്തെയും BJPയുടെയും സ്വപ്നമായിരുന്നു കേരള മണ്ണിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നത്. ഈ ആഗ്രഹമാണ് ഇതോടെ സഫലമായിരിക്കുന്നത്. മുൻ വർഷത്തെക്കാളും മികച്ച രീതിയിൽ BJPക്കും അതോടെ സുരേഷ് ഗോപിക്കും തൃശ്ശൂരിൽ തേരോട്ടം നടത്താൻ അവർക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷത്തെക്കാളും എത്രയോ മികച്ച രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ബാങ്ക് ഉയർത്താനും സാധിച്ചു എന്നതിൽ ഒരു തെളിവാണ്. എത്രയോ ജനങ്ങൾ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു എന്നതിൽ. ഇനി തൃശ്ശൂരിന് വികസനത്തിന്റെ നാളുകളാണ് എന്നതിൽ ഒരു തർക്കമില്ല. ഒരർത്ഥത്തിൽ സുരേഷ് ഗോപിയെ മനസ്സിലാക്കാൻ തൃശ്ശൂർ ജനത വൈകിപ്പോയി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ തുടർച്ചയായി നടത്തിയ വികസന ജനക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജനതയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നൽകി. BJP വോട്ടുകളും തൃശ്ശൂർ ജനതയുടെ വോട്ടുകൾക്ക് പുറമെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ടുകൾ കൂടി സുരേഷ് ഗോപിക്ക് മറിഞ്ഞു. ഒരർത്ഥത്തിൽ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിനും UDFനും സുരേഷ് ഗോപിയെ തന്നെ MP ആയിട്ട് തൃശ്ശൂരിൽ വേണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നതനുസരിച്ച് ആയിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിക്ക് നേരെ സംഘടിതമായ ഒരു സൈബർ ആക്രമണങ്ങളും വിവാദങ്ങളും പടച്ചുവിട്ടത്. എല്ലാത്തിനും കൂടെയുള്ള ഒരു പ്രായശ്ചിത്തം എന്ന് പറയണം സുരേഷ് ഗോപിക്ക് ഇത്രയും വോട്ടുകൾ കൂടാൻ കാരണമായി എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ജീവിത വഴി നമുക്കൊന്ന് പരിചയപ്പെടാം. കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് ഉടമ K. ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും 4 മക്കളിൽ മൂത്തയാളാണ് സുരേഷ് G. നായർ എന്ന സുരേഷ് ഗോപി. ചലച്ചിത്ര താരത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വളർന്ന സുരേഷ് ഗോപി SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതെന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. 2 വട്ടം ലോകസഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും 3-ാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു. 1965 KS സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് സുരേഷ് ഗോപി ചെറുവേഷങ്ങളിലൂടെ ചുവടുവെച്ച് പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നത്. ഷാജി കൈലാസ്, രഞ്ജിത്ത് പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തി. ഷാജി കൈലാസിന്റെ തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെ നായികവേഷത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം സിനിമാ ലോകത്തിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മണിച്ചിത്രത്താഴും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ പണം വാരിയതിൽ പിന്നെ സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാന്തര ബിരുദവും അദ്ദേഹം നേടിയിട്ടുണ്ട്. തുടർന്ന് കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്കായും UDF സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചാരണത്തിനിറങ്ങി. മലമ്പുഴയിൽ VS അച്യുതാനന്ദനുമായിട്ടും പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി MP ഗംഗാധരനുമായിട്ടായിരുന്നു പ്രചാരണം. 2016 ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാ അംഗമായി നിയമിച്ചു. 2016 ഒക്ടോബറിൽ BJPയിൽ ചേർന്ന സുരേഷ് ഗോപി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത്. എന്നാൽ ഈ വർഷം 70,000-ൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാധിക നായരാണ് ഭാര്യ. നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷും അടക്കം 5 മക്കളുണ്ട് സുരേഷ് ഗോപിക്ക്. 3-ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി 51-ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ശക്തമായ ത്രികോണ മത്സരമെന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയത് ആരെയും അമ്പരിപ്പിക്കുന്ന ജയമായിരുന്നു. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെത്തിയത്. മോദി മുഖ്യാതിഥിയായി എത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി. 14 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. മോദിയുമായുള്ള അടുപ്പം കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രചാരണവും ശക്തമായി. ഇതോടെ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണവാക്യം കത്തിപ്പടർന്നു. കോവിഡ് കാലത്ത് MP എന്ന നിലയിൽ ഒട്ടേറെ പേർക്ക് കരുതലും ആശ്വാസമായിരുന്നു സുരേഷ് ഗോപി. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MPമാരിൽ ഒരാളാണ് അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം, വികസന പദ്ധതികൾ തുടങ്ങിയ മേഖലകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇടപെടൽ. പിന്നാക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പ്രശ്നം, കോവിഡ് ബാധിച്ച മാതാപിതാക്കൾ മരിച്ച വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച പ്രശ്നം, കോവിഡ് വാക്സിൻ വിതരണം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനാനുകൂല്യം ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം ശക്തമായി തന്നെ രാജ്യസഭയിൽ ഉന്നയിച്ചു. ശക്തൻ മാർക്കറ്റ് വികസനത്തിന് 1 കോടി രൂപ അദ്ദേഹം നൽകി.
തൃശൂർ നഗരത്തിന് അമൃത് പദ്ധതിയിൽ 400 കോടിയോളം കേന്ദ്രം അനുവദിച്ചതിന്റെ പിന്നിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലായിരുന്നു. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരത്തിന് 350 കോടിയിലേറെ രൂപ ലഭ്യമാക്കി കൊടുത്തു. കഴിഞ്ഞ 5 വർഷമായി തൃശൂർ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എത്തി ജനങ്ങളെ കാണുന്നുണ്ട് സുരേഷ് ഗോപി. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടേറെ പേരാണ് ദിവസവും സുരേഷ് ഗോപിയെ തേടി സഹായത്തിനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഇപ്പോൾ കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്നാണ്. അതൊരു ഉറപ്പാണ് വാഗ്ദാനം. 2026 കേരളത്തിൽ ഒരു എയിംസ് ഉണ്ടാകും.